അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ സഹോദരന്റെ ഒരു അനുഗ്രഹം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടിയുള്ളത് അല്ലാഹു അവന്റെ അനുഗ്രഹം നിലനിർത്തട്ടെ എന്നാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ അല്ലാഹു എന്തെങ്കിലും ഒരു അനുഗ്രഹം അവന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവന് വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ചവനെ എന്റെ സഹോദരന് നീ കൊടുത്തതുപോലെയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ചിലപ്പോൾ അല്ലാഹു നിന്റെ സഹോദരന് നല്ലൊരു ഭവനം കൊടുത്തിരിക്കാം, നല്ലൊരു വാഹനം കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തിരിക്കാം, ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കാം. അതിൽ നീ അസൂയ വെച്ച് പോകരുത്, നീ അതിലൊന്നും കുശുമ്പ് വെക്കല്ല സഹോദര. അല്ലാഹുവേ, എന്റെ സഹോദരന്റെ അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണേ അല്ലാഹ്. അവന്റെ അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, അവന്റെ അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. എന്നാണ് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടിയുള്ളത്. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം, പടച്ചവനെ അതുപോലെ നീ എനിക്കും നൽകണേ അല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹു അതുപോലെ നമുക്കല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും അല്ലാഹു നൽകുന്നതാണ്. അതാണ് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ ഒരു മനുഷ്യന്റെ സമ്പത്തിൽ നമ്മൾ കണ്ണ് വെച്ചുകൊണ്ട് കണ്ണേറുകൾ നമ്മൾ നടത്തുകയോ അല്ലാതെ അദ്ദേഹത്തിന് മാരണം ചെയ്തു വെക്കുകയോ കൂടുതൽ ചെയ്തു വെക്കുകയോ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മുടെ സഹോദരന് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറയാറുണ്ട്. പലരും പറയുന്നു, ഉസ്താദേ നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തുമില്ല, ബിസിനസ്സിൽ തകർച്ചയാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ ബിസിനസ് നഷ്ടത്തിലാണ്, ഒരു കാര്യവും നല്ലതുപോലെ മുന്നോട്ട് പോകുന്നില്ല, എവിടെ തിരിഞ്ഞാലും തടസ്സങ്ങളാണ്, എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഉസ്താദേ, വന്ന വിസയാണെങ്കിൽ അത് തട്ടിപ്പോവുകയാണ്, അങ്ങനെ പല പല കാരണങ്ങളും പല പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പലരും നമ്മളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നു, ഉസ്താദേ ചിലരൊക്കെ പറയാറുണ്ട്, വീട്ടിലെല്ലാം രോഗങ്ങളാണ്, ആപത്തുകളാണ്, മാറി മാറി രോഗങ്ങൾ, ജീവിതത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ വീഡിയോ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ വ്യക്തമായി കേൾക്കണം. വളരെയധികം പ്രയോജനപ്രദമായ ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൈശാചികപരമായിട്ടായിരിക്കാം സഹോദരങ്ങളെ. സിഹ്ർ കൊണ്ടാവാം, കണ്ണേറ് കൊണ്ടാവാം, നാവേറ് കൊണ്ടാകാം, അസൂയ കൊണ്ടാകാം, അല്ലെങ്കിൽ ശൈത്താനപരമായും മാനുഷികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടായിരിക്കാം നമ്മളൊരു പക്ഷേ പല പല ബുദ്ധിമുട്ടുകളിൽ നമ്മൾ പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ണേർ കൊണ്ടായിരിക്കാം, അത് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടതാണ്, അതുപോലെ മനുഷ്യന്റെ കുതന്ത്രങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങളെ. ഒരുപക്ഷെ നമ്മൾ കണ്ണേർ കൊണ്ടായിരിക്കാം, നാവേർ കൊണ്ടായിരിക്കാം, സിഹ്ർ കൊണ്ടായിരിക്കാം, ഇതൊക്കെ പിശാചിന്റെ കുതന്ത്രങ്ങളാണ്. ഇതിലൊക്കെ പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ ആയത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു ആയത്താണ്. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുകയില്ല. ജീവിതത്തിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ പൈശാചികവും മനുഷ്യപരമായിട്ടുമുള്ള ചതികളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിമാറ്റുന്നതാണ്. ഞാൻ ഈ പറയുന്നത് പോലെ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടതല്ല സഹോദരങ്ങളെ. സിഹ്ർ, നാവേർ, കണ്ണേർ, ഇവയിലൊക്കെ കൂടുതൽ മരണങ്ങൾ, ഇവയിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ കടങ്ങളില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി കടങ്ങൾ വരുന്നതാണ്. നമ്മുടെ കച്ചവടങ്ങൾ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കച്ചവടങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക കാരണങ്ങൾക്കും ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഇവയൊക്കെയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം മരുന്നുകൾ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശിഫയാക്കാനുള്ള മരുന്നുകൾ അല്ലാഹു അവന്റെ ഖുർആൻ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്,
ഈ സൂറത്ത് യാസീനിലെ ചെറിയ ഈ ഒരു ആയത്ത് വലിയ പവർഫുൾ ആയ ഒരു ആയത്താണ്. ഇവകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു ആയത്താണ് സൂറത്ത് യാസീനിലെ ഈ ആയത്ത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. അഥവാ സൂറത്ത് യാസീനിലെ വലിയ മഹത്വങ്ങളുള്ള ഒരു ആയത്താണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അങ്ങനെ ഈ സൂറത്ത് യാസീനിലെ ഈ ചെറിയ ആയത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു. നമ്മൾ കണ്ണേറിലോ നാവേറിലോ കൂടോത്രത്തിലോ സിഹ്റിലോ മരണത്തിലോ പെട്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുകൾ കുറയുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 12,000 പ്രാവശ്യം നിങ്ങൾ ഓതുക. ആദ്യം ബിസ്മി കൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ബിസ്മി കൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങുക. അങ്ങനെ 12,000 പ്രാവശ്യം നിങ്ങൾ ഇത് ഓതുക. ഓതുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈശ്വേ പടച്ചവനെ എന്റെ രോഗത്തെ ശിഫയാക്കണേ അല്ലാഹ്. അവിടെ എന്റെ സഹോദരങ്ങളെ 12,000 നമ്മൾ ഓതുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഓതിക്കൊടുക്കണം. ഇശ്വിയാ അല്ലാഹ്, ഇശ്വിയാ അല്ലാഹ്. നിങ്ങൾക്ക് ഏത് അനുഭവമാണോ, ഏത് കാര്യമാണോ നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ്സുകളിൽ തകർച്ചയാണോ, നിങ്ങളെ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണോ, ഇതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇശ്വി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഓതുക. 12,000 പ്രാവശ്യം ഒറ്റത്തവണ തീർക്കണമെന്നില്ല, കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുക. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബിസ്മില്ലാ, ഇടയ്ക്കിടയ്ക്ക് ഇശ്വി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തിൽ ഓതുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 12,000 പ്രാവശ്യം ഇത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഓതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 150 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 150 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ ഊതിയിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ തടവുക. എന്നാൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പവർഫുൾ ആയത്താണ്, ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ്. കൊടിയ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാവേറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തകർച്ചകളോ വിഷമങ്ങളോ വന്നാൽ ഈ അമലുകളൊക്കെ നിങ്ങൾ ചെയ്യുക. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകുന്നതാണ്. ഇതൊക്കെ ഒരുപാട് മനുഷ്യർ പരീക്ഷിച്ച് വിജയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ ആയത്ത് വലിയ മഹത്വമുള്ള ആയത്താണ്, വലിയ പവർഫുൾ ആയ ഒരു ആയത്താണ്. പടച്ചവനെ, ഞങ്ങൾ ഈ ഓതുന്ന പരിശുദ്ധ ഖുർആനുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ഓതുന്ന ഈ പരിശുദ്ധ ഖുർആനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണേറുകളെ തൊട്ടും കൂടോത്രങ്ങളെ തൊട്ടും മരണങ്ങളെ തൊട്ടും നാവേറുകളെ തൊട്ടും നീ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാഹ്. പൈശാചികപരവും മനുഷ്യപരവുമായ അല്ലാഹുവിൽ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഒരുപാട് പേര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരാരെയും നീ നിരാശപ്പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ ഈ വീഡിയോകൾ പലർക്കായി അയച്ചു കൊടുക്കുന്നവരുണ്ട് പടച്ചവരെ, അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ. ഒരുപാട് പേര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അവരെ നീ എല്ലാ മേഖലകളിലും പടച്ചവനെ ഉയർത്തണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സർവ്വ മേഖലകളിലും ഉയർച്ചകൾ നമുക്ക് നീ നൽകണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മർമ്മങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, മഹാന്മാര് പറഞ്ഞതുപോലെ ഞങ്ങൾ നിന്റെ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയാണ് അല്ലാഹു. നീയാണ് റബ്ബേ ഷാഫി, നീയാണ് പടച്ചവനെ കാഫി. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ പൂർണ്ണമായി നീ ഞങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. ഞങ്ങളെ സർവ്വ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ.
നിങ്ങളാണ്. പടച്ചവനെ ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അവകളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു ഓടെ ഖബറുകളിൽ എത്തിക്കണേ അല്ലാഹ്. അവിടെ ഖബറടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അതിലൊരാളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാഹ്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.